ബോളിവുഡ് താരം ഷാരൂഖ് ഖാനെ രാജ്യദ്രോഹിയെന്ന് അധിക്ഷേപിച്ച് ഉത്തർപ്രദേശിലെ ബി.ജെ.പി നേതാവ് സംഗീത് സോം ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ ഷാരൂഖിന്റെ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ എത്തിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് അധിക്ഷേപം. രാജ്യദ്രോഹിയായ ഷാരൂഖ് ഖാൻ ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമില്ലെന്നും മുസ്തഫിസുറിനെ ഇന്ത്യയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നുമാണ് ഭീഷണി. तो जिस तरीके की गद्दारी आप देश के साथ कर रहे हैं, आपको यहां तक अगर आज पहुंचाया तो इस देश के लोगों ने पहुंचाया। आप कभी पाकिस्तान को चंदा देने की बात करते हैं, कभी रहमान जैसे खिलाड़ियों को खरीदने की बात करते हैं। ये देश में अब नहीं चलेगा, इन गद्दारों की देश में कोई जगह नहीं रहेगी, ये मैं कहना चाहता हूं. സംഭവത്തിൽ ബി.ജെ.പിക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് രുചീഷ് വി രവീന്ദ്രൻ ചേരുകയാണ് വിവരങ്ങളുമായി. രുചീഷ്, സാധാരണ ഈ കലയും കായികവുമൊക്കെ ജാതിമത ദേശ അതിരുകൾക്കപ്പുറത്തേക്ക് എല്ലാവരും സംഗമിക്കുന്ന, എല്ലാവർക്കും ഇത്തരം വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരിടമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ മറ്റൊരു രാജ്യത്തെ ഒരു താരം നമ്മുടെ രാജ്യത്ത് എത്തുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കായിക പ്രേമികൾക്കൊന്നും സ്വാഭാവികമായും അതിലൊരു അസ്വാഭാവികതയൊന്നും തോന്നില്ല. പക്ഷേ ബി.ജെ.പിക്കാർക്ക് ഇങ്ങനെ തോന്നുകയാണ്. അവരവരുടെ സ്വത്വം വീണ്ടും വെളിപ്പെടുത്തുകയാണ്, അല്ലേ? ശ്യാമിലെ, അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ബി.ജെ.പി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് വേണം പറയാൻ. കാരണം ബംഗാളിലേക്ക് തെരഞ്ഞെടുപ്പിന് ഇനി ഒരു 3 മാസം തന്നെയാണുള്ളത്. കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ ഈ ന്യൂനപക്ഷ വേട്ട, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അത് വലിയ തരത്തിൽ പശ്ചിമ ബംഗാളിൽ ചർച്ചയാക്കാം എന്ന് തന്നെയാണ് ബി.ജെ.പി കരുതുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്ന് വേണം സംഗീത് സോമിൻ്റെ ഈ പരാമർശത്തെ കാണാൻ. ഉത്തർപ്രദേശിലെ മീററ്റിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ ഷാരൂഖ് ഖാൻ രാജ്യദ്രോഹിയാണ്, ബംഗ്ലാദേശ് ഇത്തരത്തിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ നിന്നുള്ള ഒരു താരത്തെ 9 കോടി രൂപ കൊടുത്ത് ഇന്ത്യയിൽ കളിപ്പിക്കാൻ കൊണ്ടുവന്നത്. എന്തായാലും ഷാരൂഖ് ഖാൻ ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമില്ല, മുസ്തഫിസുറിനെ ആകട്ടെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അനുവദിക്കില്ല എന്ന തരത്തിൽ ഭീഷണി മുഴക്കുന്നത്. എന്തായാലും ഇത് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരു ചർച്ചയാക്കാം എന്ന് തന്നെയാണ് ബി.ജെ.പി കരുതുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് കോൺഗ്രസ് അതിശക്തമായ വിമർശനമാണ് ബി.ജെ.പി നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ വിമർശിക്കുന്നത് രാജ്യദ്രോഹി പാർട്ടി എന്ന് പറയേണ്ടത് അത് ബി.ജെ.പി ആണ്. ഷാരൂഖ് ഖാൻ ഇവിടെ വളരെ കാലമായി ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് ഷാരൂഖ് ഖാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വരികയാണ്.